എടപ്പള്ളിയുടെ പഴയ കഥ തുടരുകയാണ്. അപ്പോൾ കഴിഞ്ഞ എടപ്പള്ളി പള്ളി കഴിഞ്ഞിട്ടുള്ള ഒരു ജംഗ്ഷന് പറഞ്ഞിരുന്നത് പണ്ട് സ്റ്റേഷൻ കവല എന്ന് പറഞ്ഞിരുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എടപ്പള്ളി സ്റ്റേഷൻ്റെ അവിടെ ഇറങ്ങുന്ന സ്റ്റോപ്പാണത്. അവിടെ ഇറങ്ങിയിട്ട് നടന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് വേണം. ഇനി നമുക്ക് എടപ്പള്ളി പാലസിനെ കുറിച്ച് പറയാം. അതായത് എടപ്പള്ളി പള്ളിയുടെ മുമ്പായിട്ട് പാലസ് റോഡ് എന്ന് പറഞ്ഞ റോഡുണ്ട്. അതിൽ കയറി നേരെ കയറിയിട്ടുണ്ടെങ്കിൽ എടപ്പള്ളി പാലസ്, പണ്ട് തമ്പുരാക്കന്മാർ താമസിച്ചിരുന്ന സ്ഥലം. ഗണപതി മഠം എന്നുള്ള ഒരു അമ്പലവും ആ പാലസും കൂടി ചേർന്ന് ഒരൊറ്റ കോമ്പൗണ്ടായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ പ്രവേശനമുള്ളതല്ല കേട്ടോ. അതൊരു പ്രൈവറ്റ് ട്രസ്റ്റാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ഇവിടുന്ന് ഒരു കഥ എന്ന് വെച്ചാൽ അതിനോട് ചേർന്ന് വലിയൊരു കുളമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മാറാകുളം എന്നായിരുന്നു ആ കുളത്തിൻ്റെ. എടപ്പള്ളി രാജാവ് വളരെ മതസൗഹാർദ്ദ പ്രിയനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അതായത് ഈ എടപ്പള്ളി പള്ളിക്ക് വേണ്ടിയുള്ള സ്ഥലവും എടപ്പള്ളി മുസ്ലിം പള്ളിക്ക് വേണ്ടിയുള്ള സ്ഥലവും ഒക്കെ കൊടുത്തത് എടപ്പള്ളി രാജാവാണെന്നാണ്. അപ്പോൾ ഈ പള്ളികളിലൊക്കെ ഈ രാജാവിന് ഒരു പ്രത്യേക സ്ഥാനവും പദവിയൊക്കെ കൊടുത്തിരുന്നു. അതായത് ഈ എടപ്പള്ളി പെരുന്നാൾ തുടങ്ങുന്നതിന് മുമ്പ് ഈ കുറച്ച് കാഴ്ചദ്രവ്യങ്ങൾ പള്ളിയിൽ നിന്ന് കൊടുത്തു വിടുക. മുസ്ലിം പള്ളിയിലാണെങ്കിൽ എടപ്പള്ളി രാജാവിന് ആദരസൂചകമായി ഒരു കസേര, രാജാവിന് വേണ്ടിയുള്ള ഒരു കസേര ഒഴിച്ചിട്ടുണ്ട്. ലുലുവിൻ്റെ സൈഡിൽ കൂടി ഒഴുകുന്ന ആ ഒരു തോട്, എടപ്പള്ളി തോട്, അത് നമുക്കിപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ തന്നെ ഛർദ്ദിക്കാൻ വരും. പണ്ട് ഈ പറയുന്ന വലിയ വള്ളങ്ങളും ഒക്കെ പെരിയാറിനെയും വേമ്പനാട്ട് കായലിനെയൊക്കെ കണക്ട് ചെയ്തിട്ട് വള്ളങ്ങളും